ആ ആക്ഷൻ പറഞ്ഞല്ലേ. ഈ ടോപ്പിക്ക് പറയാൻ പോകുന്നത് നമ്മുടെ അറ്റൻഷൻ സ്പാനിനെ കുറിച്ചാണ്. പണ്ടൊക്കെ നമുക്ക് ഒത്തിരി അറ്റൻഷൻ സ്പാൻ ഉണ്ടെന്ന് പറയാം. ഇപ്പോൾ 8 സെക്കൻഡ്സേ ഉള്ളൂ എന്ന് പറയാം. അതിനകത്ത് ഞാൻ ഇതിന് റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലാക്കിയ എന്താ അറിയാമോ, പണ്ട് 50 ഓവറുള്ള കളികളൊക്കെ ക്രിക്കറ്റ് ഇപ്പോൾ 20 ഓവറായി. ടി വിയിൽ കൊമേഴ്ഷ്യലൊക്കെ ഭയങ്കര കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് പരസ്യങ്ങളേ ഉള്ളൂ, ചെറുതായിട്ട് എല്ലാം കാണിക്കുന്നത്. ഇപ്പോൾ വാട്സപ്പിൽ അയക്കുന്ന മെസ്സേജ് നമുക്ക് 1x1.5 2 ഒക്കെ ഇട്ട് സ്പീഡിൽ കേൾക്കാം. എന്താ നമ്മുടെ അറ്റൻഷൻ സ്പാൻ അത്രയേ ഉള്ളൂ എന്ന് പറയാം. നമുക്ക് എന്താ പറ്റിയത്? നമ്മൾ സോഷ്യൽ മീഡിയയോട് വരവോട് കൂടി നമ്മളുടെ അറ്റൻഷൻ സ്പാൻ അങ്ങ് കുറയുകയാണ്. നമുക്ക് 2 മണിക്കൂറൊക്കെ കാണുന്ന സിനിമ ഇപ്പോൾ നമ്മൾ ടി വിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓടിച്ച് അവസാനം ക്ലൈമാക്സിൽ എത്തുകയാണ്. ശരിക്കും നമുക്കിപ്പോൾ ഒന്നിനും ക്ഷമയില്ലാതായിരിക്കുന്നു എന്നാണ് പറയാനായിട്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാകുന്നത്. അവർക്കെല്ലാം പെട്ടെന്ന് കിട്ടണം. പക്ഷേ കോൺസെൻട്രേഷൻ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കാരണം മൈൻഡ്ഫുൾനെസ് ഇല്ല. ഒരു കാര്യത്തിൽ നമുക്ക് കൂടി വന്ന് 8 സെക്കൻഡ്സേ നോക്കിയിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും വർക്കിൽ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. പേഴ്സണൽ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഫാമിലി റിലേഷൻഷിപ്പിൽ ഒരാളെ കേട്ടിരിക്കാൻ പോലും നമുക്ക് സമയമില്ല. അപ്പോൾ ഇത് നമ്മൾ ഗുരുതരമായൊരു പ്രശ്നമായിട്ട് വേണം കണക്കാക്കാനായിട്ട്. ഇതിന് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. സോഷ്യൽ മീഡിയയുടെ ശരിക്കും കുറയ്ക്കണം എന്നാണ് പറയാം. സ്ക്രീൻ ടൈം നോക്കിയാൽ അറിയാം, ഇപ്പോൾ 5-6 മണിക്കൂറൊക്കെയാണ് ഒരാൾ അതിനകത്ത് കയറിയിരിക്കുക. ഈ റീൽസ് നമുക്കറിയാം. ഈ റീൽസ് നോക്കിയിരിക്കുമ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ നോക്കുന്നത് ഡോപ്പമിനാണ്. പക്ഷേ നമുക്ക് എന്താ ശരിക്കും വരാമെന്നറിയോ? കോർട്ടിസോളാണ്. കാരണം സ്ട്രെസ്സാണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ അറ്റൻഷൻ കൊണ്ട് നമുക്ക് സ്ട്രെസ്സ് വരും, നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ഈ അറ്റൻഷൻ സ്പാൻ കുറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ. നിങ്ങളുടെ അറ്റൻഷൻ എത്രയുണ്ടോ നിങ്ങളൊന്ന് നോക്കുക, എന്നിട്ട് നമുക്കത് മാറ്റാം.